നമസ്കാരം, ഞാൻ ജിഷാദ്, സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ കുറച്ച് ഗൗരവമുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്, ബൈപോളർ ഡിസോർഡർ. ബൈപോളർ ഡിസോർഡറിന് രണ്ട് പോളുകളാണുള്ളത്, ഒന്ന് ഡിപ്രഷനും ഒന്ന് മാനിയാക്കും. ഈ ഡിപ്രഷൻ്റെ ഫോം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ബിഹേവിയറിലൊക്കെ കുറേ മാറ്റങ്ങൾ വരും. നമ്മുടെ സിംറ്റംസുകൾ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ലെസ്നെസ് ആയിരിക്കും. ആരും എന്നെ സഹായിക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട എന്നുള്ള രീതിയിൽ അടഞ്ഞിരിക്കാനും ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് എപ്പോഴും ഭയങ്കര കുറ്റബോധങ്ങളായിരിക്കും, ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും എപ്പോഴും ഉണ്ടാകുക. ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തത്ര രീതിയിൽ അവർക്ക് ആങ്കർ ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നുള്ളൊരു തോന്നലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ മരിക്കാനുള്ള ഒരു പ്രവണത അവരിൽ കാണും. അതേപോലെ തന്നെ അവർക്ക് അപ്പറ്റൈറ്റ് ഒക്കെ ചേഞ്ച് ആയിരിക്കും. നല്ല ഭക്ഷണം കഴിക്കും, ചിലർ തീരെ ഭക്ഷണം കഴിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. അതേപോലെ തന്നെ എനർജി ലോസ് ആയിരിക്കും അവർക്ക്. അതേപോലെ ഇൻട്രസ്റ്റ് ലോസ് ആയിരിക്കും, സ്ലീപ്പിംഗ് പ്രോബ്ലം ആയിരിക്കും. അതേപോലെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. കൂടുതലും ആളുകൾ ആൽക്കഹോളിക്കിലേക്കും ഡ്രഗ്സിലേക്കൊക്കെ തിരിയുന്നതും ഇത്തരത്തിലുള്ള ഈ ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയിലാണ്. ഇത്തരത്തിലുള്ള അവസ്ഥ ഉറപ്പായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ വേറൊരു വശമാണ് മാനിയ സ്റ്റേജ്. മാനിയ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രാക്റ്റിബിലിറ്റി ആയിരിക്കും, അതേപോലെ തന്നെ അവരുടെ ഇമ്പൾസിവിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്ന അവസ്ഥ, അതേപോലെ ഗ്രാൻഡിയോസിറ്റി ആയിരിക്കും, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ആയിരിക്കും. അവരുടെ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസും കുറേ തോട്ട്സുകളും അൺലിമിറ്റഡ് തോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഓവർ തിങ്കിങ്ങിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ ആക്ടിവിറ്റി ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. ഒരു നോർമലായിരിക്കുന്ന ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു മാനിയ സ്റ്റേജിലുള്ള ഒരു പേഴ്സണെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. സ്ലീപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീരെ ആബ്സെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരുപാട് ഉറങ്ങുന്നൊരവസ്ഥയും ചിലപ്പോൾ തീരെ ഉറങ്ങാത്തൊരവസ്ഥയും. കൂടുതലും തീരെ ഉറങ്ങാത്തൊരവസ്ഥയാണ് മാനിയ സ്റ്റേജിൽ ഉണ്ടാകുക. അതേപോലെ തന്നെ ടോക്കറ്റീവ് ആയിരിക്കും, നിർത്താതെ സംസാരിക്കും. അവരുടെ സംസാരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല അവർ ഉത്തരം പറയുക. ഇത്തരത്തിലൊക്കെയുള്ള സിംറ്റംസ് ആണ് മാനിയയിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസും പ്രോബ്ലംസും ഒക്കെ നിങ്ങളുടെ അറിയുന്നവരിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും ഒക്കെ കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അടുത്ത ആഴ്ച നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരും. ഇതുപോലെയുള്ള അറിവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സൈക്കോളജിസ്റ്റ് ജിഷാദ് KP നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസുകളുമായിട്ട് ഞാൻ വരും. ദിസ് ഇസ് ജിഷ സൈനിങ് ഔട്ട്.